ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ സഹോ ബുക്സിലുള്ള ഇൻവെൻറ്ററി റിപ്പോർട്ട്സ് ആണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഇൻവെൻറ്ററി സമ്മറി. ഇൻവെൻറ്ററി സമ്മറി എന്നുള്ള റിപ്പോർട്ട് മെയിനായിട്ട് നമുക്ക് ഷോ ചെയ്യുന്നത് ആ ഇൻവെൻറ്ററിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും. ദ ക്വാണ്ടിറ്റി വി ഓർഡേഡ്, ക്വാണ്ടിറ്റി ഇൻ ആൻഡ് ക്വാണ്ടിറ്റി ഔട്ട്, ദെൻ സ്റ്റോക്ക് ഓൺ ഹാൻഡ് ആൻഡ് കമ്മിറ്റഡ് സ്റ്റോക്ക്. ക്വാണ്ടിറ്റി ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തു, ഇന്നെന്ന് പറയുമ്പോൾ പർച്ചേസ്ഡ് ആയിട്ട് വന്ന ഐറ്റംസ്, ഔട്ട് എന്ന് പറയുമ്പോൾ സെയിൽ ചെയ്ത് പോയ ഐറ്റംസ്, ഇതിന് മൈനസ് ആയിരിക്കും സ്റ്റോക്ക് ഓൺ ഹാൻഡ് എന്ന് പറയുന്നത്. ദെൻ കമ്മിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് ഓർഡറിൽ ബുക്ക് ആയിട്ടുള്ള സ്റ്റോക്കാണ്. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കമ്മിറ്റഡ് സ്റ്റോക്കിൽ വരുന്നുണ്ടാവുക. അവൈലബിൾ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഇന്നും ക്വാണ്ടിറ്റി ഔട്ടും മൈനസ് ചെയ്തതിന് ശേഷം ഈ കമ്മിറ്റഡ് സ്റ്റോക്കും കൂടെ അവർ മൈനസ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ഇനി എത്ര ക്വാണ്ടിറ്റി വിൽക്കാനായിട്ടുണ്ട് എന്ന് എടുക്കുന്നത്. അതായത് നമ്മൾ സെയിൽസ് ഓർഡർ ഇട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒരിക്കലും അവൈലബിൾ ഫോർ സെയിൽ എന്നുള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് കാണിക്കുന്നുണ്ടാവില്ല. അതാണ് ഫസ്റ്റ് ഇൻവെൻറ്ററി സമ്മറി എന്നുള്ള റിപ്പോർട്ട്. അടുത്തത് കമ്മിറ്റഡ് സ്റ്റോക്ക് ഡീറ്റെയിൽസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഒരു സെയിൽസ് ഓർഡർ വഴി എത്ര സ്റ്റോക്ക് സെയിൽ ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടാണ് കമ്മിറ്റഡ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്നുള്ള റിപ്പോർട്ട്. അടുത്ത റിപ്പോർട്ടാണ് ഇൻവെൻറ്ററി വാല്യുവേഷൻ സമ്മറി. സോഹോ ബുക്സിൽ നമുക്ക് ഇൻവെൻറ്ററിൻ്റെ വാല്യൂ കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് ഈ വാല്യുവേഷൻ സമ്മറി എന്നുള്ള റിപ്പോർട്ട്. ഇവിടെ നമുക്ക് ഐറ്റം നെയിമും എസ്കിയും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ വാല്യൂവും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അതാണ് ഇൻവെൻറ്ററി വാല്യുവേഷൻ സമ്മറി റിപ്പോർട്ടിലുള്ളത്. അടുത്ത റിപ്പോർട്ടാണ് ഫിഫോ കോസ്റ്റ് ലോഡ് ട്രാക്കിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം സോഹോ ബുക്സ് ഫോളോ ചെയ്യുന്നത് ഫിഫോ മെത്തേഡാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ടാവും. അത് ഓപ്പണിംഗ് സ്റ്റോക്ക്, എത്ര ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് പോയി, എത്ര അതിൻ്റെ പർച്ചേസിൽ നിന്ന് പോയി, ഏതൊക്കെ ബില്ലിൽ നിന്നാണ് അത് പോയത്, ഏത് ട്രാൻസാക്ഷനിലേക്കാണ് അലോക്കേറ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അടുത്ത റിപ്പോർട്ടാണ് ABC ക്ലാസിഫിക്കേഷൻ എന്നുള്ള റിപ്പോർട്ട്. ABC ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഒരു ഐറ്റം നമ്മൾ ABC ആയി ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ റവന്യൂ ജനറേഷനെ ബേസ് ചെയ്തിട്ടാണ്. കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് എല്ലാം ഹൈലി റവന്യൂ ജനറേറ്റ് ചെയ്ത ഐറ്റംസ് ആയിരിക്കും. ബി എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആയിട്ടായിരിക്കും. സി എന്ന് പറയുമ്പോൾ ലോ റവന്യൂ ജനറേറ്റിംഗ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു റിപ്പോർട്ട് തരുന്നവർ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് തരുന്നതാണ് ഈ ABC ക്ലാസിഫിക്കേഷൻ എന്നുള്ള റിപ്പോർട്ട്. ഇവിടെ നമുക്ക് കറണ്ട് ക്ലാസ് ഏതാണെന്ന് കാണാൻ പറ്റും ഓരോ പ്രൊഡക്റ്റിൻ്റെയും.